ഇതും ചവിട്ടി കയറ്റി നീ എവിടെ പോവാ? ഞായറാഴ്ചമാര് ചങ്ങല വലിച്ചു കിട്ടും. പിന്നെ 10-12 ദിവസം മുമ്പല്ലല്ലേ അച്ഛാ? ആ അത് മുമ്പല. പിന്നെ കാറ്റും മഴയൊക്കെ കിടക്കുമെന്ന ആ റിച്ചാർഡ് ഫ്രാങ്ക് പറയുന്ന കേട്ടത്. ആ ഇപ്പൊക്കെ നോക്കി കണ്ടൊക്കെ കയറി പോണേ. മുടിയല്ലടാ ഞാൻ വാറണ്ടാ. നിങ്ങൾ വരാൻ പിന്നെ എങ്ങനെ നോക്കി കയറങ്ങോട്ട്. എല്ലാരും ഉണ്ടല്ലോ. 7 പൂജ കഴിയാൻ കാത്തിരിക്കായിരുന്നല്ലേ വോട്ടിറക്കാൻ അല്ലേ ഉമ്പാരെ? എടാ ഇന്ത്യ മോസസ് ഞങ്ങള് 85-6-76-72 ഈസ്റ്റിലുണ്ട്. എന്താ അവിടെ വല്ലതും കിട്ടുന്നുണ്ടോ? ഏതായാലും കേറിയതല്ലേ, ആങ്കർ ഇട്. ഞങ്ങള് നോക്കട്ടെ. സമാധാനപ്പെട്. ഇതൊക്കെ പറഞ്ഞതല്ലേ. ബോട്ട് കടലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാനൊന്ന് തിരിച്ചു വന്നോട്ടെ. കുറച്ച് കാശ് കടം മറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നീ പറയുന്ന സ്കൂളിൽ തന്നെ കൊച്ചിനെ കൊണ്ടുപോയി ആക്കാം. നീയേ ഭ്രാന്ത് കാണിക്കില്ല കേട്ടാ. ആ പിള്ളേരെ പിടിച്ചു കിടത്തി പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. കുടുംബത്തിലെ സാഹചര്യങ്ങൾ വല്ല പ്രശ്നമുണ്ടോ? സ്കൂൾ തുറക്കാൻ പോകുന്നു, അത് തന്നെ പ്രശ്നം.
ശ്രാങ്കനോട് ഏതുപോലെ പറ്റിയാണോ ചോദിക്കും. அட இளவே நீயே கேட்டு துணைக்கலாமே ஸ்ராங்கு என்ன விளையாண்டு கேட்குறான்டா 50 വാറിന്റെ റോപ്പ് എടുത്ത് വെച്ച് സെറ്റ് ചെയ്യണം ബോർഡിൽ. 3000-ന്റെ വലയെടുത്ത് വെച്ച് പൂട്ടണം. 7 ഫ്ലോട്ടും ചങ്ങല എടുത്ത് കെട്ടണം. നമ്മളെ ആ വലിയ അങ്ങനെ ഇല്ല അതില്. അതെടുത്ത് കെട്ടണം കേട്ടോ. സീക്ക് വരെ മിസൈൽ എടുത്തിട്. പിന്നെ കോട്ടാപ്പ് കെട്ടുമ്പോ ലൂസായിട്ട് കെട്ടാൻ പറയണം അവന്മാരോട്. മേവലക്കകത്തൊന്നും വീഴല്. ഓ എടുക്കല്ലേ തുടങ്ങാം. അന്നുമാരി കാഴ്ചപ്പേടാ കാണ്ടായിട്ട് വേണേ കിട്ടുള്ളൂ. നമ്മളായിട്ട് ഒത്തു പോടേ. ഒരു ടൈം നോക്കടാ. വേറെന്തോ പരിപാടിയായിട്ട് വന്ന് ഒട്ടിയേക്കാണോന്നാ എന്റെ സംശയം. ഇന്നാളാ മൂതാക്കര മാതാവിന്റെ കുരിശയുടെ മുമ്പിൽ വെച്ചേ ഇവനും ഞാനും മുട്ടൻ ഇടിയാണത്. മൈരന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ പൊട്ടി. പിന്നെ ആൾക്കാരെല്ലാരും കൂടെ വന്ന് പിടിച്ച് മാറ്റിട്ടാ. എന്താ അംസോളി എന്നെ കണ്ടിട്ട് കാണാത്ത പോലെ നിക്കുന്ന കണ്ട. നിന്റെ മുഖം ഓർത്തിട്ടാ ഞാൻ. അവരിട്ട് 2 ഞാൻ ഇറക്കട്ടോടാ. എന്തുണ്ടെങ്കിലും ഞാൻ ഉണ്ട് കൂടെ. പഞ്ച് ചെയ്ത് പിടിക്കട്ടാ. ഓമ്പിത്തരല്ലോടാ കാണിച്ചേ. ഞാൻ ഉള്ളപ്പോ ഈ ബോട്ടിലൊരു മൈരും നടക്കത്തില്ല. ഞാൻ ഉണ്ട് കൂടെ കേട്ടാ. എടാ എന്റെ അടുത്ത് ഊമ്പിത്തരം കാണിച്ചവർക്കൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുക. എടാ നീ ആവേശമൂത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. നിനക്ക് കേറിപ്പോവാളയാ. അല്ലെങ്കിലും ഞാനിവിടെ ഉള്ളപ്പോ ഒരടിയും പിടി ഇതിനകത്ത് നടക്കത്തില്ല. അതിപ്പോ സ്ട്രാങ് ആണേലും ഡെക്കാൻഡ് ആണേലും. ஸ்டாலின் இல்லாம இப்பதான் முதலா கடலுக்கு வாரம். மேலே இருந்து பாப்பாம் போல இருக்கு. அவனை மாதிரி நல்ல மனுஷங்க தானேடா நம்ம மாதிரி கடலோடிகளுக்கு துணை இல்லையாடா അമ്പു. റാങ്ങുണ്ടായിരുന്ന നമ്മളെങ്ങനെ ആയിരുന്ന മയില് 4 ബോർഡും ചുറ്റിക്കറങ്ങി നമ്മുടെ എരയത്ത് വന്ന് എരച്ചും പുറച്ചും കിടന്ന് അതേട് ഇതേട് വല്ല സ്വപ്നം തരായിരുന്നോ? அவன் தூக்கி சேர்த்தாங்கன்னு சொல்லி இந்த கரையில ஒருத்தரும் நம்ப மாட்டான்டா. പാവപ്പെട്ടവനായിരുന്നു. ജീവിച്ചിരുന്നപ്പോ ഒരു മയിലും ആരും പറഞ്ഞില്ല. നമ്മളെ കണ്ടതല്ലടാ പുള്ളി തൂങ്ങിക്കിടന്നപ്പോ കൈ ചുരുട്ടി വെച്ചേക്കുന്നത്. സ്റ്റാലിൻ സ്റ്റാങ്ക് ഫുൾ കൈ ചുരുട്ടി വെച്ചേക്കുന്നത് നമ്മളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോടാ? ഇല്ല. ഇതാരൊക്കെ ഒന്ന് തൂക്കിയതാടാ ഉറപ്പാ.
എന്തുവാടേ ഉറങ്ങാൻ പോന്ന? ചീട്ട് കളിക്കാൻ പോകുന്ന മുമ്പായി ചീട്ട് കളിക്കാന്? ഡേ, ഞാനിവിടെ സ്ട്രാങ്കായിട്ടിരിക്കുമ്പോ ഇതൊന്നും ഇവിടെ നടക്കത്തില്ല കേട്ടാ. ഞാനിവിടെ വളയം പിടിച്ചോണ്ടിരിക്കുമ്പോ ആണാ പുറകിൽ നിന്ന് ചീട്ട് കളി എന്റെ കുട്ടി പുറത്തിരുന്ന്. വലയിട്ട് 2.5 മണിക്കൂറില്ല ശ്രാങ്ക്. നീ വേറെ എവിടെയെങ്കിലും പോയിരുന്നു കളിയുടെ? ഞങ്ങളിപ്പോ ഇവിടെ ചീട്ട് കളിച്ചെന്നും പറഞ്ഞ ഒന്നും സംഭവിക്കാൻ പോകല ഉണ്ടാക്കാനായിട്ട്. അതിപ്പോ നീയാണോ തീരുമാനിക്കുന്നത്? മുമ്പാരി ഇങ്ങോട്ട് ഉത്തരവാദിത്തമുള്ള ബോട്ടാന്ന് വിട്ടിട്ടുണ്ടെങ്കിലേ അത് കരകൊണ്ട് ഒത്തിക്കാനും എനിക്കറിയാം. ഒത്തിക്കണ്ട്. അരി മേടിക്കാൻ വന്നിട്ട് തോന്നിയാസം കാണിക്കില്ലടാ. ചീട്ടുമാരി എടുത്താൽ അറിയിക്കാൻ പുറത്തോട്ട്. என்ன சாங்கு ராத்திரி தானே பொழுதுபோக்கு பழகி போச்சுடா விட்டுற விடு അതൊന്നും അത്ര നല്ല വഴക്കമല്ല. ഓ ഓ എത്ര പേര് നമ്മള്? ഒരു നല്ല ഇട്ടൂടെ. ഡിങ് കളിക്കുന്നുണ്ടോ? നിങ്ങൾ കളിക്കുന്നില്ല? யார் சொன்னா எனக்கு போடுறா കളിക്കുന്ന കൊടു. ഒരു ചീട്ടൂടെ. வெற்றி எனக்கு தாண்டா ആ പുസ്തകത്തെ പഠിക്കടാ. പിടിച്ചു. ബഡ്ജറ്റ് കാശ് തന്നാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വില കൂടിയെന്നിരിക്കും. ഇപ്പൊ നമ്മുടെ ഒരു ഒട്ട കണവ നേരത്തെ എന്തോ കിട്ടിയേ? 4000 രൂപയ്ക്ക്. 4000. ഇപ്പൊ എന്ത് കിട്ടുന്നത്? 9000 ഉണ്ട്. 9000. അപ്പൊ നമുക്കും വില കൂട്ടി കിട്ടിയില്ലേ? അപ്പൊ ഡീസലിന്റെ വില കൂടുമ്പോ നമ്മുടെ ഈ സാധനത്തിന്റെ വില കൂടുന്നുണ്ട്. അല്ലാതെ ചുമ്മാ എല്ലാ കാര്യത്തിനും സർക്കാരിന് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീയാണോ കൊണ്ടുകൊടുക്കണം? 9000-ന് 4000 9000 ഒക്കെ മുതലാളിമാർക്ക്. അതിന് നിനക്ക് എത്ര കിട്ടും? 500 രൂപ. അതിന് നീ എത്ര വില കൊടുക്കണം? എടാ, ഡീസലിനും പെട്രോളിനും വില കൂടുമ്പോ നടുകൂടിയാണ് സാധാരണക്കാരായ നമ്മുടെ കൂട്ടത്തിലൊന്നും മുമ്പിക്കാതെ ചീട്ടിടുമയില്. ചീട്ടിട്ടാ മയിലേ. ഞാനാണോ ഇവിടെ ഡീസലിന്റെ വില കൂട്ടുന്നേ? அம்பு ரைட்ஸை பற்றி பேசினப்ப அவனுக்கு என்னாச்சுன்னு தெரியுமல்ல? மறந்துட்டியா? நண்டுவ அரெஸ்ட் பண்ண சொல்லி போராடினா இல்ல? அப்ப லத்தியால தானடா பதில் கிடைச்சது. தீர்மானம் எடுக்கிற அதிகாரம் அவங்கள்ட்ட தான் இருக்கு, நம்மகிட்ட இல்லை. തന്നതിന്റെ ഇരട്ടി ആ തർക്കൾ അവന്റെ അണ്ണാക്കിൽ ഇടിച്ചിറക്കിട്ടേ ഞാൻ ഇവിടെ നിന്ന് പറക്കത്തുള്ളൂ. പിന്നെ രാത്രി കാണുമ്പോഴൊക്കെ അവൻ എന്നെ ഓർത്തോളൂ. എടാ, നീയും കുറെ നാൾ ഞണ്ടിന്റെ കൂടെ കുണച്ചല്ലേ? അവസാനം അങ്ങേർക്കിട്ട് പണയം നോക്കിയപ്പോഴല്ല നിന്നെ രായ്ക്ക് രാമായണം പൊക്കി ജില്ലാ ജയിലിലോട്ട് ഇട്ടത്. എനിക്ക് വരണ പലതും. വളയം പിടിക്കാൻ വന്നോ വളയം പിടിച്ചാ മതി. എന്റെ കോത്തിലോട്ട് വിരലേറ്റാൻ നിക്കല്ലേ നാറുവേ. വിട് മുമ്പാരി വിട്.